മൈഗ്രെയിൻ രോഗം വരുന്നതിന് വൈദ്യശാസ്ത്രത്തിൽ പല കാരണങ്ങളും ആട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ മലയാളികളുടെ ഇടയിൽ നമ്മുടെ കുടുംബാംഗങ്ങളും മാതാപിതാക്കളും എല്ലാം പറഞ്ഞുണ്ടാക്കി വരുന്ന പല കാരണങ്ങളും അല്ലെങ്കിൽ പല പോസിറ്റീവ് ഫാക്ടേഴ്സും നമ്മൾ കേൾക്കാറുണ്ട്. നിനക്ക് പഠിക്കുവാനായിട്ടുള്ള മടി കാരണമാണ്, നിനക്ക് ജോലിക്ക് പോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ്, വീട്ടിലെ ജോലികൾ ചെയ്യുവാനായിട്ടോ നോക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്ത ബോധത്തിന്റെ കുറവാണ്, ഉറക്കം മതിയാവാത്തത് കൊണ്ടാണ്, മൊബൈൽ നോക്കുന്നതുകൊണ്ടാണ്, കൂട്ടുകാരോടൊപ്പം കറങ്ങി നടക്കുന്നതുകൊണ്ടാവാം, വെയിലത്ത് കറങ്ങി നടക്കുന്നതുകൊണ്ടാണ്, കൂടുതലായിട്ട് മൊബൈലും ടിവിയും കാണുന്നതുകൊണ്ടാണ്, കൃത്യമായ സമയത്ത് വെള്ളം കുടിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്യാത്തത് കൊണ്ടാണ്, ഹോട്ടലിൽ നിന്നും മറ്റുമുള്ള ഫാസ്റ്റ് ഫുഡ്സ് ഒരുപാട് കഴിക്കുന്നതുകൊണ്ടാണ്, ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കുന്നതുകൊണ്ടാണ്, നീ ഇങ്ങനെ എപ്പോഴും കരയുന്നത് കൊണ്ടാണ്. ഈ കാണിച്ചു കൂട്ടുന്നതെല്ലാം നിന്റെ വെറും തോന്നലാണ്. ആളുകളെ ഫേസ് ചെയ്യുവാനായിട്ടും മുന്നിലേക്ക് വരുവാനായിട്ടുള്ള നിന്റെ ബുദ്ധിമുട്ട് കാരണമാണ്. നീ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാപത്തിന്റെ ഫലമായിട്ടാണ്. അതല്ലെങ്കിൽ നീ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകൾക്ക് ദൈവം ശിക്ഷിക്കുന്നതാണ്. നല്ല അടി കിട്ടാത്തതിന്റെ കേടാണ് എന്നിങ്ങനെ തുടങ്ങി പല കാരണങ്ങളും നമ്മുടെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളും പ്രത്യേകിച്ച് സ്പൗസസും ഇതെല്ലാം നമ്മളോട് പറയാറുണ്ട്. ഇത്തരത്തിൽ മൈഗ്രെയിൻ വരാനുള്ള മലയാളികളുടെ കാരണങ്ങളുടെ ലിസ്റ്റിൽ നിന്നും ഏത് കാരണമാണ് നിങ്ങളുടെ വീട്ടിൽ പ്രധാനമായിട്ടും കേൾക്കുന്നതെന്ന് താഴെ കമന്റ് ചെയ്യുമല്ലോ.